ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ തന്നെ വരും. അപ്പോൾ നമുക്ക് നോക്കാം. സെലിബ്രിറ്റി അല്ലേ മാഡം? ചലഞ്ചിന് റെഡിയാണോ? എന്ത് ചലഞ്ചാണ് മാഡം? നിങ്ങൾ എനിക്ക് പൈസ തരണം, ഞാനതുണ്ടു. ഞാൻ കുറേ പൈസ ചില്ലറയാക്കി വെച്ചിട്ടുണ്ട്. എണ്ണാൻ ഒരാളെ തപ്പി നടക്കുകയാണ്. തരാം കേട്ടോ, തരാം. താങ്കൾക്ക് ചലഞ്ച് തരണോ ആഗ്രഹമുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ട അരിമണി എസ്കലേറ്ററിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താം. എസ്കലേറ്റർ അനങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് അരിമണി പറന്നു പോകുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ വരെ ഇവിടെ തൊട്ട് തുപ്പല. ഇനി എത്ര അടി ബാക്കിയുള്ളത്? ബാക്കി കുറച്ചേ ബാക്കി ഇവിടെ തൊട്ട് ഇവിടെ ഉണ്ട്. ഡ്രാക്കുള കുഞ്ഞാണ്. എന്റെ കണ്ണ് കണ്ടു. മഞ്ഞയും വെള്ളയും പച്ചയും നീലയും കാണാം. മഞ്ഞയും വെള്ളയും ഈ അടിയിൽ നോക്കി. ഇതാണ് പൂവങ്കോഴി. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ആവശ്യമായിട്ട് വന്നതാണ്. പിള്ളേര് ഹോളി ആഘോഷിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഉള്ളതല്ല, പക്ഷെ എന്നാലും എറിഞ്ഞു. നമ്മൾ ഒരു വിധത്തിൽ തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വിളിക്കും. അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാം. കളർ കിട്ടിയായിരുന്നോ? ഇല്ല, ഞാൻ അത് സാധിച്ചതുമായി ദേഷ്യപ്പെട്ടില്ല. എനിക്ക് പറ്റിയില്ല രക്ഷപ്പെടാൻ. പക്ഷെ ഞാൻ തൂത്ത് രക്ഷപ്പെട്ടു. ഞാനിങ്ങനെ വരാതിരുന്നാൽ മതിയായിരുന്നു. എല്ലാവർക്കും ഹോളി ആഘോഷിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ രണ്ട് കൂടുതൽ ഗസ്റ്റുകളുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ സർപ്ലസ് സെയിലിനായിട്ട്. അപ്പോൾ സുനിക്ക് ഒരു ബൾക്കായിട്ട് ഒരു ഓണ്ടർപ്രനർ ആവാൻ വേണ്ടിയിട്ട് വീഡിയോ വന്നിട്ടുണ്ട്. നോക്കി വെച്ചോളൂ ഗൈസ്. നമ്മൾ എത്തിയത് മസ്കറ്റ് ഹോട്ടലിലെ കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇതാണ് സർപ്ലസ് സെയിലിനാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാണാം. അയ്യോ, അരിമണി എവിടെ? അപ്പോൾ ഗായ്സ്, നമ്മൾ അവിടുന്ന് ശരിക്കും ഒന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ കുറേ മിറർ സെൽഫിയൊക്കെ എടുത്ത്. അപ്പോൾ ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ ഡാൻസൊക്കെ കളിച്ചു, അങ്ങനെ ചില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയി. എനിക്കൊരു ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരത്തില്ല, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ സുനി എന്താ പറഞ്ഞു? സുനി ഞാൻ തരും. എന്ത് തരണം? തിരിച്ച എന്തെങ്കിലും കിട്ടുമ്പോൾ തിരിച്ചെടുത്താൽ മതി. എത്ര മാസം വർഷമായാലും ദശാബ്ദം ആയാലും കുഴപ്പമില്ലെന്നാ പറയുന്നത്. നീ ഓ പറയണേ, ഓ പറ. ഗൈസ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് അല്ല, കറക്കവും ചെറിയ ഷോപ്പിംഗും അല്ലേ കഴിഞ്ഞു. നമ്മളപ്പോ ഒരു ടീ കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ചായയും മുട്ട ബജിയൊക്കെ എടുത്ത് കുറേ നേരം ഇരുന്ന് കഴിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല.